ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 23 ശ്ലോകം 9. പറഞ്ഞു വന്നത്, ഭഗവത് ഭക്തനായിരുന്ന ചിത്രകേതു വിദ്യാധരന്മാരുടെ ചക്രവർത്തിയായി ലക്ഷം വർഷങ്ങൾ ഭഗവത് കീർത്തനങ്ങൾ പാടിക്കൊണ്ട് വിദ്യാധര സ്ത്രീകളും ഒക്കെ ചുറ്റുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ ലോകത്തിൽ അങ്ങനെ ചുറ്റി നടന്നു. ഒരിക്കൽ, അതാണ് ഇനി പറയാൻ പോണ കഥ. ഒരിക്കൽ ചിത്രകേതു വിമാനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു, ഏതിൽ കൂടെ? കൈലാസത്തിന് മുകളിൽ കൂടി. അപ്പോൾ ഒരു കാഴ്ച കണ്ടു. താഴെ ഭഗവാനെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് താഴോട്ട് നോക്കിയപ്പോൾ പരമശിവൻ ശ്രീപാർവതിയെ മടിയിലിരുത്തിയിട്ട് ചുറ്റുമിരിക്കുന്ന മഹർഷിമാരോട് ആത്മതത്വം ഉപദേശിക്കുന്നതായിട്ട് കണ്ടു. ചിത്രകേതു മഹാദേവനെ പരിഹസിച്ചു എന്നും ശ്രീപാർവതി ശപിച്ചു എന്നും ഒക്കെയാണ് ശ്ലോകം. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ പ്രത്യേകം എടുത്തു പറയണ 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് ഭഗവാൻ ശാപരൂപത്തിലുള്ള എന്തെങ്കിലും വിഷമങ്ങൾ തന്നു എന്ന് വിചാരിക്കാം. അത് നമ്മളുടെ എന്തെങ്കിലും പ്രാരബ്ധങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഭഗവത് ഭക്തന്മാർക്ക് മാത്രമേ അങ്ങനെ ഒരു കാരുണ്യം ഭഗവാനിൽ നിന്നും കിട്ടുള്ളൂ. അതങ്ങോട്ട് ഇല്ലാതാവാനാണ്, അനുഭവിച്ചത് തീരാൻ വേണ്ടിയിട്ടാണ്. അല്ലാത്തവർക്കോ, ധാരാളം പാപങ്ങൾ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവർ നീച ജന്മങ്ങളിൽ പോണു, നരകാനുഭവിക്കണു. ഇത് ഭഗവാൻ അവിടെ വെച്ച് അവരുടെ വീണ്ടും ഉള്ള പുനരഭിജനനത്തിനെ തടയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഭക്തന്മാർക്ക് വീണ്ടും വിഷമങ്ങൾ ഉണ്ടാവണത് എന്ന് ഈ ശ്ലോകം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. 9ാമത്തെ ശ്ലോകം. അത്യന്തസംഗവിലയായ ഭവത്പ്രണുന്നോ നൂനം സ രൗപ്യഗിരിമാപ്യമഹൽ സമാജേ നിശങ്കമംഗകൃതവല്ലഭമംഗജാരിം തം ശങ്കരം പരിഹസൻ ഉമയാഭിഷേപേ. അർത്ഥം, അത്യന്തസംഗവിലയായ എന്ന് പറഞ്ഞാൽ അത്യന്തം, അറ്റം വരെയുള്ള, ഇനിയൊന്നും ബാക്കിയുണ്ടാവരുത്, അങ്ങനെയുള്ള എന്തെങ്കിലും സംഘങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ, ബന്ധങ്ങൾ, പ്രാരബ്ധങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി വിലയിക്കുവാൻ, മാറിപ്പോവാനായിട്ട്, ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ഭവത് പ്രണുന്ന, ഭഗവാനെ അങ്ങയാൽ പ്രേരിതമായിട്ടാണ് ഈ ക്ലേശങ്ങൾ എല്ലാവർക്കും വരുന്നത്. ഇവിടെ ഭവത് പ്രണുന്ന നൂനം, അങ്ങയാൽ ചോദിതനായിട്ട് തന്നെയാണ്, ഉറപ്പായിട്ടും. അതാണ് നൂനം. സ രൗപ്യഗിരിം ആപ്യ, സ ആ ചിത്രകേതു, ഇങ്ങനെ ചുറ്റി നടന്ന് ഭഗവത് കീർത്തനങ്ങൾ പാടുന്ന ആ ചിത്രകേതു, രൗപ്യഗിരം എന്ന് പറഞ്ഞാൽ വെള്ളിമാമല, നമ്മളുടെ വെള്ള നിറത്തിൽ ശോഭിക്കുന്നതായ കൈലാസപർവ്വതത്തെ ആപ്യ പ്രാപിച്ചു ഒരു ദിവസം. മഹൽ സമാജേ നിശങ്കം അംഗകൃതവല്ലഭം അംഗജാരിം. അംഗജൻ എന്ന് പറഞ്ഞാൽ ആരാ? കാമദേവൻ. അംഗജ അരി, കാമദേവൻ്റെ ശത്രുവായി കാമദഹനം ചെയ്ത ആൾ പരമശിവൻ. പരമശിവനെ അവിടെ കണ്ടു. എങ്ങനെയാണ് കണ്ടത്? മഹൽ സമാജേ, മഹാന്മാരും ഋഷിമാരും ഒക്കെ ചുറ്റുമിരിക്കുകയാണ്. പാർവതീദേവിയെയും മടിയിലിരുത്തിയിട്ടാണ് ഇരിക്കുന്നത്. അംഗകൃതവല്ലഭം, ഈ മഹർഷിമാരും പിന്നെ എല്ലാവരും ഉണ്ടാവും, നന്ദികേശ്വരനും മറ്റേ ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യനും ഭൂതഗണങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് പരമശിവൻ ശ്രീപാർവതിയെ അംഗകൃതവല്ലഭം മടിയിലിരുത്തിയിട്ടുണ്ടായിരുന്നു. അംഗജാരിം തം, അദ്ദേഹം അംഗജൻ്റെ അരിയാണ്, കാമദേവൻ്റെ ശത്രുവാണ്, കാമത്തെ ജയിച്ചവനാണ്. എന്നിട്ടാണ് ഇങ്ങനെ ചിത്രകേതു കണ്ടത്. ശങ്കരം പരിഹസൻ, ചിത്രകേതുവിന് അതൊരു പരിഹാസ്യമായ കാര്യമായിട്ട് തോന്നി. ശങ്കരനോട്, ശ്രീ ശിവനോട് പറഞ്ഞു, ഇത് ലജ്ജിക്കേണ്ട കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്യണത് എന്ന് പറഞ്ഞു. ഉമയാ അഭിഷേപേ, അത് കേട്ടതും
ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. ഭഗവാൻ അറിയാം എന്തുകൊണ്ടാണ്. ഭഗവാൻ അർദ്ധനാരീശ്വരനാണ്. ഭഗവാന് ഉമയെ വെടിഞ്ഞുള്ള ശരീരം പോലും ഇല്ല. അതൊന്നും ഓർക്കാതെ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ചിത്രകേതു എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞു എന്ന് പരമശിവന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഭഗവാൻ പുഞ്ചിരിച്ചതേ ഉള്ളൂ. ഒപ്പം എത്രയോ കേമന്മാരായിട്ടുള്ള മഹർഷിമാരിയ്ക്കുന്നുണ്ട്. സുബ്രഹ്മണ്യനുണ്ട്, ഗണപതിയുണ്ട്, അവരെല്ലാവരും ഉണ്ട്. പക്ഷേ ഒരാൾക്കും ഒരു വിഷമവും അതുകൊണ്ട് തോന്നിയില്ല. എന്നിട്ടും ഈ ചിത്രകേതുവിന് എന്തേ ഇങ്ങനെ തോന്നാൻ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ വാക്ക് തന്നെ അത്യന്ത സംഘവിലയായ, അതിനൊരു ശാപം ഇരിക്കുന്നുണ്ട്, അത് കിട്ടണം. എന്നിട്ട് ചിത്രകേതുവിന് ആ വിഷമങ്ങൾ അനുഭവിച്ച് വേഗം ഭഗവാനോട് എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായത്. ഭഗവത് കീർത്തനം, ഭഗവാന്റെ സ്തുതികൾ പാടിക്കൊണ്ട് ചുറ്റുമുള്ളവരെ കൊണ്ട് അത് പാടിച്ചുകൊണ്ടാണ് ചിത്രകേതു നടക്കുന്നതെങ്കിലും ധാരാളം ഭാര്യമാരുണ്ട്, വിദ്യാധര സ്ത്രീകളുണ്ട്. അവരോട് കൂടി ഇങ്ങനെ കഴിയുകയാണ്. ലക്ഷം വർഷം കഴിഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ കഴിയുമ്പോൾ മനസ്സിനൊരു സംഘം വന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ അത് ഉമ ശപിച്ചിട്ട് തന്നെ മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു അവസരം ഉണ്ടായത്. കൂടുതൽ ഭക്തിയും വിരക്തിയും ഒക്കെ തൻ്റെ ഭക്തനുണ്ടാവട്ടെ, ഒരു ജന്മം കൂടിയും ബാക്കിയുണ്ട്, അതും കൂടി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അങ്ങ് ലോകഗുരുവല്ലേ, കാമനെ ദഹിപ്പിച്ചവരല്ലേ, ചുറ്റുമിരിക്കുന്നത് നിസ്സംഗരായിട്ടുള്ള മഹർഷിമാരല്ലേ, എന്നിട്ടും ഈ പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിലോ ആത്മതത്വമാണ്. എന്നിട്ടും ചെയ്യണത് എന്താണ്? പ്രാകൃതമായിട്ടുള്ള കാര്യമല്ലേ. ഭാര്യയെ മടിയിലിരുത്തിയിട്ടാണോ ഈ മഹർഷിമാരോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക? സാധാരണക്കാർ പോലും ഇങ്ങനെ ചെയ്യാൻ ലജ്ജിക്കില്ലേ ഭഗവാനെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ തൻ്റെ ഭഗവാനും ഭർത്താവും ലോകത്തിൻ്റെ മുഴുവൻ നാഥനുമായിട്ടുള്ള മഹാദേവനെ ഇങ്ങനെ ഒരു പരിഹസിച്ചത് ഉമ പാർവതീദേവിക്ക് സഹിക്കാനായില്ല. ഇത്ര വലിയ ആൾക്കാരെ തിരുത്താൻ മാത്രം ഈ ചിത്രകേതു വളർന്നുവോ? നിനക്ക് ഇനി ഹരിഭക്തന്മാരുടെ കൂട്ടത്തിലിരിക്കാൻ യാതൊരു അർഹതയും ഇല്ല. കാര്യമറിയാതെ ആരെയാണ് നീ പരിഹസിച്ചത്? നിനക്കതിനുള്ള ശിക്ഷ കിട്ടുക തന്നെ വേണം എന്ന് പാർവതീദേവി വിചാരിച്ചു. നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലുള്ളതല്ലല്ലോ ഭഗവാന്റെ പ്രവൃത്തികൾ. അർദ്ധനാരീശ്വരനാണ്, അത് സാധാരണ ആർക്കെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെ അതുപോലെ അതിശക്തിയായിട്ടുള്ള വിഷം, കാളകൂടം ഭഗവാൻ വായിൽ കൂടി ഇറക്കിയില്ലേ, തൊണ്ട വരെയെങ്കിലും പോയില്ലേ. അതിൻ്റെ ഒരു തുള്ളി കഴിച്ചാൽ തന്നെ എത്ര ശക്തിമാനും ഉടനെ മരിക്കുന്ന അത്ര വലിയ വിഷമാണത്. ജടയിൽ എന്താ ഗംഗാദേവിയാണ് ഇരിക്കുന്നത്, ആഭരണങ്ങൾ എന്താ നാഗങ്ങളാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ പ്രവൃത്തികളും അത്ര ഏറെ വിശുദ്ധമായിരിക്കും. കാമദേവനെ ദഹിപ്പിച്ചിട്ടാണ് ശിവപാർവതിമാർ വിവാഹം കഴിച്ചിട്ടുള്ളത്. അതായത് അവർക്കിടയിൽ അങ്ങനെ ഒരു കാമം ഇല്ല. അതൊക്കെ ചിത്രകേതുവിനെ അറിയണത് തന്നെയാണ്, പക്ഷേ മറന്നുപോയി. മഹാദേവനും മഹർഷിമാർക്കും അറിയാം അസുരജന്മം സ്വീകരിക്കാനുള്ള ഒരു വഴി. ഇതാ ഇവിടെ ഭഗവാന്റെ പ്രേരണ നിമിത്തം പാർവതീദേവിയുടെ നാവിൽ കൂടി വന്നിട്ടുള്ളതാണ് എന്ന്. അതുകൊണ്ടാണ് അവർ പുഞ്ചിരിച്ചത്. അത്യന്ത സംഘവിലയായ, ഏറ്റവും അധികം സംസാരബന്ധത്തിൻ്റെ നാശത്തിനു വേണ്ടി, പൂർണ്ണമായും അദ്ദേഹത്തിനെ പരിശുദ്ധനാക്കാൻ വേണ്ടി, ഭവത് പ്രണുന്ന നൂനംസ രൗപ്യഗിരി, രൗപ്യഗിരി എന്ന് പറഞ്ഞാൽ വെള്ളിയുടെ നിറമുള്ള പർവ്വതം, അതായത് കൈലാസം. അദ്ദേഹം ഭഗവാനാൽ പ്രേരിതനായി തന്നെയാണ് ആ കൈലാസത്തിലെത്തിയത്. അവിടെ മഹാന്മാരുടെ സദസ്സിൽ അംഗകൃതം വല്ലഭം, ആ മടിയിൽ ഭാര്യയെ ഇരുത്തിയിട്ടുള്ള അംഗജൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്കാരി, അംഗജാരി, കാമദേവൻ്റെ ശത്രുവായിട്ടുള്ള, കാമനെ ദഹിപ്പിച്ചവനായിട്ടുള്ള ആ ശങ്കരനെ പരിഹസിച്ചു ചിത്രകേതു. അങ്ങനെ പാർവതിയാൽ ശപിക്കപ്പെടുകയും ചെയ്തു. ശ്ലോകം ഒന്നുകൂടി നോക്കാം. അത്യന്ത സംഘവിലയായ ഭവത് പ്രണുന്നോ നൂനം സ രൗപ്യഗിരിം ആപ്യ മഹൽ സമാജേ നിശങ്കം അംഗകൃതവല്ലഭം അംഗജാരിം തം ശങ്കരം പരിഹസൻ ഉമയാഭിഷേപേ.
കാര്യം അറിയാതെ, എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നറിയാതെ ആരെയും പരിഹസിക്കാനോ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാൻ പോലും പാടില്ല. കാരണം അതിൻ്റെ ശിക്ഷ വലുതായിരിക്കും. ഇനി ഇവിടെ എന്താണ് ചിത്രക്കേതു